ഞാൻ കുറച്ച് ചക്കപ്പാക്കുന്നുണ്ടേ. വേവിച്ചെടുത്തതിന് കുറച്ചെടുത്ത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. ഇടാൻ ഇങ്ങനെ ആക്കുന്നില്ലേ, ഇതാക്കിയിട്ട് ഉറക്കയില്ല എനിക്ക് ആക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് വെള്ളം കുറച്ചെടുത്തിട്ട് പാവാക്കിയിട്ട് അരിച്ചിട്ട് ഒന്നും കൂടെ ഇങ്ങനെ വറ്റിച്ചു ഇതാക്കിയിട്ട് മറ്റേ അത് കൂട്ടിയിട്ട് വെള്ളപ്പാവും കൂട്ടിയിട്ട് അരച്ചതാണ് ചക്ക ഉണ്ടായി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഇത് അരിപ്പൊടിയൊന്നും ഇല്ലായിരുന്നു, ഞാൻ വെള്ളത്തിലിട്ടിട്ടുമില്ല. പാക്കറ്റ് പൊടിയുടെ കുറച്ച് പത്തലെല്ലാക്കുന്ന പൊടിയായിരുന്നു. ഇത് കുറച്ചേ ഉള്ളൂ. പിന്നെ ഒന്നിച്ച് നമുക്ക് ഗോതമ്പ് തട്ടിക്കൂട്ടാൻ പറ്റില്ല, ഗോതമ്പ് ആട്ടപ്പൊടി ഇത് രണ്ടും കൂടെ ഒരു കുറച്ചാക്കാന്ന് നല്ല വൃത്തിയിൽ പിന്നെ ആക്കാം. ചക്കപ്പത്തിന് ഇന്നലെ ഉണ്ട് പറയുന്നത്. പിന്നെ നേരത്തെ എണീച്ചു, ഇതെല്ലാം വിചാരിച്ചിട്ട് ഉറക്കില്ല. ഇവർക്ക് ഉറങ്ങി കഴിച്ചാടെ ഇതന്നെ വിചാരം. ഇതൊന്നും ആക്കിയിട്ട് കൊടുക്കാൻ മക്കൾ രാവിലെ പോകേണ്ടതല്ലേ. അരിപ്പൊടി ഇത്രയും ഇതിലിട്ടിട്ടുണ്ട്. ഇത് കുഴച്ചിട്ട് പോരാത്ത മറ്റും കൂടി ഇടാം. തേങ്ങ ചേരണത്ര, തേങ്ങ ചേരിയിട്ട് മുറിക്കുന്നില്ല, തേങ്ങ ചിരവിട്ട് തന്നെ ഇടാം. അരിപ്പൊടി കൊണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. കുറച്ചൊന്ന് മറ്റേ ആട്ടപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, ഒന്ന് ഉറക്കൂലതാ ഉണ്ടാകാൻ. അതിന് വാങ്ങാൻ നല്ല ലേസരുതുണ്ട്, ഇങ്ങനെ ഒട്ടാത്ത പോലെ ആക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട്. കുറച്ചായിരുന്നു ഇവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ തേങ്ങ കുഴച്ചിട്ട് തേങ്ങ തേടിയിട്ട് അതും കൂടെ കുഴക്കാം. മധുരം പോരെ ഇങ്ങനെ ഞാൻ ഇത്രയും പാവാക്കിയിട്ട് വരണം. അപ്പോൾ മധുരം പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഉണ്ടായത്. ഏലക്കായൊന്നും ഇല്ല ഇവിടെ കൊണ്ടുവന്നത്, എല്ലാം കഴിഞ്ഞ് പോയി. ജീരകം മാത്രം ഇട്ട്, ജീരകം ഉപ്പും ഇട്ടിട്ടുണ്ടെങ്കിൽ തേങ്ങ ചെരിയിട്ടുണ്ട്. ഇട്ടിട്ട് ഒന്ന് കുഴച്ചിട്ടെല്ലാം സെറ്റാക്കിയിട്ടേ ഇല പറിക്കാൻ പോകണമെങ്കിൽ ഇപ്പം പുറത്ത് പോകണ്ടേ. നല്ല മഴയാണ് രാത്രി. നമുക്കിത് വാഴയിലല്ല ഞാനാക്കുന്നത്, കൂവ ഉണ്ടല്ലോ, കൂവേറെ ഇലയാണ് ഞാൻ അധികം ആക്കൽ. മറ്റു പിന്നെ ഇലയൊന്നും ഇവിടെ ഇല്ല ഇപ്പോൾ. കൂവേറെ ഇലയിലാക്കാം. അടുത്തതാക്കുമ്പോൾ നമുക്ക് വേറെ ഇതിലെങ്കിലും ആക്കാം. കൂവേറെ എളുപ്പത്തിൽ ആക്കാം. എനക്കുണ്ട് കുറച്ച് എടുത്തിട്ട് അതിങ്ങനെ വെച്ചിട്ട് കാണിച്ചു തരാനിട്ടാക്കിയിട്ടാകുമ്പോൾ കുഴച്ചെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മധുരം കുറച്ച് കുറവ്, എന്നിട്ട് പഞ്ചസാര ഇട്ടിട്ട് കുഴച്ച് വെച്ചുവിടാൻ. സമയം 5:30 ആയതിലല്ലോ, പുറത്ത് പോകണമെങ്കിൽ അതിൽ എപ്പോഴേ കുറച്ച് നടക്കുകയും ചെയ്യാം. കുറച്ച് നടക്കാം അകത്തുനിന്ന്. ചക്ക തന്നെ വേവിച്ചത് ബാക്കിയത് കോരി ഇഡ്ഡലി പാത്രം ആവശ്യമുണ്ടല്ലോ, കോരിയിലിട്ടിട്ട് ഇതെല്ലാം നമുക്ക് അരച്ചിട്ട് വരട്ടായിട്ടും ചെയ്യാം. വെള്ളം കൊണ്ടുവന്നതില്ല, അത് കൊണ്ടുവന്നിട്ട് അരച്ച് വരട്ടി വെക്കാം. കുറേ അപ്പം ചൂടാനായില്ലേ, അപ്പം ചൂടിയോ പായസം വെക്കുകയോ എന്തും ചെയ്യാൻ എനിക്കുണ്ട്. ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചതിലാണ് ചക്ക ഇട്ടുണ്ടല്ലേ. കൂവേരയില എന്നാണ് ഞാൻ പറഞ്ഞ കൂവേരയില ഇതിനെക്കൊണ്ട് ആക്കാം. ഇതിനോട് ഞാൻ ആക്കലെടുക്കും. പിന്നെ അത് കുറച്ചെടുത്താണ് ഇത് അതുപോലെ പനി വേണമെങ്കിൽ അരി പരത്തിയിട്ട് ഇതാക്കാണ്ടല്ലോ, ഒന്നും പറ്റുമൊന്നും ചെയ്തില്ലണ്ട. പരത്തിയിട്ട് ഇലയുടെ പോലെ ആക്കിയിട്ട് ആക്കാം. ഞാൻ ഇതെല്ലാം ആക്കിയിട്ട് അതിൽ വെച്ചിട്ട് കാണിച്ചറേ. പറക്കി വെക്കലായി എല്ലാം ആക്കി
കെട്ടിയൊന്നും വേണ്ട, ഇതുപോലെ ഇങ്ങനെ ചുറ്റിയിട്ട് വെച്ചാൽ മതി. വെന്ത് കഴിയുമ്പോൾ എല്ലാം നയിക്കോളും. ഇതൊന്നും ലൂസായിട്ടില്ലല്ലോ, കെട്ടയല്ലേ, അതുകൊണ്ട് കെട്ടിയൊന്നും വേണ്ട. പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറുതല്ലേ ആക്കിയേ. വില്ലുവണ്ടിയിലേറി വന്ന താരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. വില്ലുവണ്ടിയിലേറി വന്ന താരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. ഇത്തെറിഞ്ഞൊരു കൈകളെ, വിയർപ്പണിഞ്ഞൊരു മെയ്കളെ, ഉടച്ചു വാർത്തുകൾ ഉത്തരാക്കിയതാരുടെ വരവോ. വില്ലുവണ്ടിയിലേറി വന്ന താരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. നമ്മുടെ ചക്കപ്പം വെന്തിട്ടുണ്ടേ. അങ്ങനെ അടിപൊളി ചക്കയപ്പം ഇതാ, ഒരു പണിയില്ല. പിന്നെ എളുപ്പത്തിലാക്കിയതാണ്, പിന്നെ വൃത്തിയിലാക്കാം നമുക്ക്. കണ്ടില്ലേ? നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.